നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൊന്നിൻ ചിങ്ങമാസം പിറക്കാൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചിങ്ങത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാണ്. കാരണം പൊന്നിൻ ചിങ്ങമാസമാണ്. ഏത് വീടുകളെടുത്ത് നോക്കിയാലും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു ദിനങ്ങളാണ്. ഏത് മലയാളികളുടെ എന്നല്ല, എവിടെയൊക്കെ മനുഷ്യരുണ്ടോ ഏവരുടെയും മനസ്സിൽ ആ പൊന്നിൻ ചിങ്ങമാസം ഒരു പ്രത്യേക ഉണർവ്, ഐശ്വര്യം ഒക്കെ ആ വ്യക്തികളിലും അതേപോലെ തന്നെ ഭവനങ്ങളിലും ഒക്കെ കാണുന്ന ഒരു സമയമാണ് പൊന്നിൻ ചിങ്ങമാസം. അത് എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യ സമയമാണ് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം അധികരിക്കുന്ന ഒരു സമയമാണ്. കാരണം അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നൊരു മാറ്റം, അത് വലിയ തോതിൽ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ തോതിലുള്ള ഒരു ഭാഗ്യമാറ്റങ്ങൾ, അതായത് ഒരുപാട് കടത്തിലും കഷ്ടതകളിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു ചെറിയ വിടുതൽ, ഒരു മോചനം ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് പൊന്നിൻ ചിങ്ങമാസം. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യസമയമാണ് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ആ ഭാഗ്യം ഇരട്ടിയായി അനുഭവപ്പെടുന്ന സമയമാണ്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് പൊന്നിൻ ചിങ്ങമാസം ഭാഗ്യത്തിൻ്റെതായി വരാൻ പോകുന്നത്, ഭാഗ്യം അധികരിച്ചു വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. കാരണം ഇനി ഇടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെങ്കിൽ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധ്യമാവുകയില്ല. നിങ്ങളിലേക്ക് അറിവുകൾ എത്തുന്നതിന് അത് പരിമിതമായിട്ടുള്ള രീതിയിലേക്ക് അത് മാറുകയും ചെയ്യും. നിങ്ങളിലേക്ക് അറിവുകൾ എത്താൻ അത് തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കൃത്യമായി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുകയല്ല, കാര്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നതിൻ്റെ ഒരു രീതി കൊണ്ട് കാര്യങ്ങൾ നീണ്ടുപോകുന്നതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് പൊന്നിൻ ചിങ്ങമാസം ഗുണാനുഭവങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായി മാറുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണ് പൊന്നിൻ ചിങ്ങമാസം. ദോഷങ്ങൾ അകലുകയും അതോടൊപ്പം കുടുംബ സൗഖ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ദോഷപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടായിരുന്നു. ആ ഒരു രീതിയൊക്കെ ഈ ഇടക്കാലമായി നിങ്ങൾക്ക് മാറി വരുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായ ഒരു മാറ്റം എന്ന് അതിന് പറയാൻ സാധ്യമല്ല. പക്ഷേ ഈ ചിങ്ങമാസത്തിൽ ഒരു പൂർണ്ണമായ ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. വസ്തു, വീട് ഇവയൊക്കെ വാങ്ങാനുള്ള ഒരു യോഗം കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായി ആഗ്രഹിച്ച് വസ്തുവും വീടും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ നല്ലൊരു സമയമാണ്. അതേപോലെ തന്നെ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ ഭാഗ്യം അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നിങ്ങൾ ഐശ്വര്യ നാളുകാർ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം മതി ആ കുടുംബത്തിൽ മുഴുവനായ ഒരു സൗഖ്യവും ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു സൗഖ്യവും ഐശ്വര്യവും വർദ്ധിക്കുവാൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഭാഗ്യം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പൊന്നിൻ ചിങ്ങമാസം പ്രദാനം ചെയ്യുന്നുണ്ട്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. നേട്ടങ്ങളുടെ സമയമാണ് പൊന്നിൻ ചിങ്ങമാസം ഭരണി നക്ഷത്രക്കാർക്ക് തരാൻ പോകുന്നത്. വിദേശയാത്ര, ഒരുപാട് നാളെ വിദേശയാത്ര സഫലമാകാതിരിക്കുന്നവർക്ക്, അതേപോലെ തന്നെ ഭർത്താവ് അല്ലെങ്കിൽ മക്കളൊക്കെ വിദേശത്തുണ്ട്, അവരുടെ അടുത്ത് പോയി കുറച്ച് നാൾ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ വിദേശയാത്രാ ഭാഗ്യം വരുന്ന ഒരു സമയമാണ്. ബിസിനസ്സിൽ നേട്ടം കൊയ്യാൻ കഴിയുന്ന സമയമാണ്. കാരണം വിജയമാണ്. അപ്പോൾ നമ്മൾ തൊടുന്ന ഏത് കാര്യവും വിജയത്തിൽ തന്നെയാണ് അത് പര്യവസാനം ഉണ്ടാകുന്നത് തന്നെ. അതുപോലെ തന്നെ പിതൃക്കളുടെയൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് ഈ ഒരു സമയങ്ങളിൽ അടുത്തൊരു വർഷം വരെ നിങ്ങൾക്ക് ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതം തന്നെ മാറി മറിയുന്ന, കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു ഇരുളിൽ നിന്ന് നാളെ ഒരു പൊന്നിൻ ചിങ്ങമാസത്തിൽ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ മാറുകയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ടാകും. മക്കളാൽ വിഷമങ്ങൾ, കാരണം അവർക്ക് ജോലിയില്ല അല്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന മാതാപിതാക്കൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വഴി ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പൊന്നിൻ ചിങ്ങമാസം നൽകാൻ പോകുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും പൊന്നോണം ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജോലി ലഭിക്കും. ഒരുപാട് നാളായി പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് പോലും തങ്ങൾ അർഹിക്കുന്ന ഒരു ജോലി കിട്ടാതിരിക്കുന്ന
അല്ലെങ്കിൽ ആ ജോലി കിട്ടാത്തതിൽ വിഷമിച്ചിരുന്ന ആളുകൾക്കെല്ലാം ജോലി ഭാഗ്യം ഉള്ള ഒരു സമയമാണ്. മാതാപിതാക്കൾക്ക് സന്തോഷം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്ന കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ജോലി നിങ്ങൾക്ക് ലഭിക്കും. അത് മുഖേന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷം, അവരുടെ സന്തോഷം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ബന്ധു സമാഗമം, അതായത് ചില കുടുംബങ്ങളിലൊക്കെ ഒരുപാട് നാളായി ചില ബന്ധുക്കളൊക്കെ വഴക്ക് പ്രശ്നങ്ങളൊക്കെയായി അകന്നു കഴിഞ്ഞ ആളുകളൊക്കെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളുടെ ആ പഴയ ബന്ധു സമാഗമം തന്നെ പണ്ടത്തേതായ രീതിയിൽ ആ പണ്ടത്തെ സ്നേഹത്തോട്, ആ പഴയ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് വീണ്ടും വർദ്ധിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായി സമാഗമം, കാരണം ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ തൊട്ട് കുട്ടിക്കാലം തൊട്ടേ കളിച്ചു വളർന്ന ചില കുട്ടികളുണ്ട്. അവർ ആ ഒരു ബന്ധം പുലർത്തി മുന്നോട്ടും അതേപോലെ തന്നെ വളർന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിരിക്കും പിന്നെ അവരുടെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. അത് രണ്ടു കൂട്ടർക്കും ഒരേപോലെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിയ ചില കൂട്ടുകെട്ടുകളുണ്ട്. ഒരുപാട് ആളുകളുടെ അങ്ങനെ ഉദാഹരണം പറയാനുണ്ട്. അത്രത്തോളം സ്നേഹബന്ധത്തിൽ കഴിയുന്ന എന്തെങ്കിലും ഗ്രഹങ്ങളുടെ പ്രശ്നമായിരിക്കും, നാവ് ചതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പൊന്നോണ മാസത്തിൽ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ ആ ഒരു ബന്ധു സമാഗമം അല്ലെങ്കിൽ സുഹൃത്ത് സമാഗമം ഉണ്ടാകാനൊക്കെ സാധ്യതയും ഭാഗ്യവും സന്തോഷവും ഉണ്ടാകാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പൊന്നിൻ ചിങ്ങമാസം പ്രദാനം ചെയ്യാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും സാമ്പത്തിക പ്രതിസന്ധി നീങ്ങി ഒരു ഉയർച്ചയിലേക്ക് എത്തുകയും അതേപോലെ തന്നെ പെട്ടെന്നൊരു മാറ്റം മറ്റുള്ളവർക്ക് പോലും അത്ഭുതം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൽ തന്നെ അത്ഭുതം തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഈ ചിങ്ങമാസം രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. സമൃദ്ധിയുടെ തന്നെ സമയമാണ്. ക്ഷേത്ര ദർശനം മുടങ്ങാതിരിക്കാൻ കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കഷ്ടകാലം നീങ്ങി ആഗ്രഹ സാഫല്യത്തിൻ്റെ ഇതൊരു ദിനങ്ങളാണ് രോഹിണി നക്ഷത്രക്കാർക്കും ഈ പൊന്നിൻ ചിങ്ങമാസം പ്രദാനം ചെയ്യാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് സന്താന ലബ്ധിയുടെ ഒരു സമയമാണ്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്കെല്ലാം ഒരു സന്തോഷ വാർത്തയുടെ സമയമാണ്. അതേപോലെ തന്നെ കുടുംബത്തിലുള്ള ചില സ്ത്രീകൾ നിമിത്തം കുടുംബത്തിൽ ബന്ധങ്ങൾക്കിടയിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മകയിര നക്ഷത്രക്കാർ ഈ പൊൻചിങ്ങ മാസത്തിൽ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം മുടക്കുവാൻ പാടുള്ളതല്ല. വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ കരാറുകളൊക്കെ ഒപ്പിടുകയും പുതിയ ബിസിനസ് ബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ പല സാമ്പത്തിക നേട്ടങ്ങളിലേക്കൊക്കെ പോകാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതും ആയിരിക്കും. അടുത്ത നക്ഷത്രം പുണർദമാണ്. പ്രശസ്തിയുടെയും ഉയർച്ചയുടെയും ഒരു സമയമാണ് ഈ പൊന്നിൻ ചിങ്ങമാസം പുണർദ നക്ഷത്രക്കാർക്ക് നൽകാൻ പോകുന്നത്. അതുപോലെ തന്നെ ബന്ധുക്കളുമായി അകൽച്ച വരാതിരിക്കാൻ കൂടി ഈ പുണർദ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭാഗ്യസമയമാണ് എങ്കിൽ പോലും ഭാഗ്യസമയം അധികരിച്ച് നമ്മളിലേക്ക് വരുമ്പോൾ ബന്ധു സമാഗമമൊക്കെ ഉണ്ടാവുകയും നമ്മൾ ആ സമയങ്ങളിൽ ചില പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും മുന്നോട്ടിട്ട് സംസാരങ്ങളിലേക്ക് പോകുമ്പോൾ അത് പരസ്പരം ഇഷ്ടപ്പെടാതൊക്കെ വരികയും ചെയ്യുമ്പോഴാണ് ബന്ധുക്കൾ തമ്മിൽ അകൽച്ചയ്ക്കൊക്കെ കാരണമാകുന്നത്. അങ്ങനെ വരാതിരിക്കാൻ കൂടി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പുണർദ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കഷ്ടനഷ്ടങ്ങൾ നീങ്ങുകയും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് പുണർദ നക്ഷത്രക്കാർക്ക് ഈ പൊന്നിൻ ചിങ്ങമാസം പ്രദാനം ചെയ്യാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. അന്ധവിശ്വാസം നിയന്ത്രിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിശാഖം നക്ഷത്രക്കാർ ഉയർച്ചയുടെ കാലമാണ്. ഭാഗ്യ സമയം എന്ന് തന്നെയാണ് നിങ്ങൾക്കും വിശാഖ നക്ഷത്രം ക്ഷേത്ര ദർശനം മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ പോലും അന്ധമായി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള അന്ധവിശ്വാസത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളുടെ ഭക്തിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ശത്രു സംഹാരം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ശത്രുക്കളൊക്കെ നശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ പക്ഷേ നിങ്ങളുടെ ചില ആളുകൾക്ക് അത് അരോചകത്വം ഉണ്ടാവുകയും അവർ നിങ്ങൾക്ക് ശത്രുതാഭാവത്തിൽ മാറുകയൊക്കെ ചെയ്യുകയും ആ ശത്രുദോഷം നിങ്ങൾക്കുണ്ടാകിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നീങ്ങി ശത്രുദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്ന സമയമാണ്. മക്കളാൽ സന്തോഷിക്കാനുള്ള ഭാഗ്യവും വിശാഖ നക്ഷത്രക്കാർക്ക് ഈ പൊന്നിൻ ചിങ്ങമാസം പ്രദാനം ചെയ്യുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പൂരാടം നക്ഷത്രക്കാർക്ക്. നേട്ടം വർദ്ധിക്കുകയും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രക്കാർക്ക്. ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തം കഴിവിൽ നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നാനുള്ള ഒരു സമയം കൂടി പൊന്നിൻ ചിങ്ങമാസം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനക്കുറവുള്ള ഒരു അവസരങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വന്നത്. ആ അവസരങ്ങളൊക്കെ മാറി പൊന്നിൻ ചിങ്ങമാസം നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയർച്ചയിലെത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് പൊന്നിൻ ചിങ്ങമാസം പൂരാട നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത്.
പൊന്നും ചിങ്ങമാസം ഭാഗ്യം നൽകാൻ പോകുന്ന അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഭാഗ്യത്തിൻ്റെ ഒരു സമൃദ്ധി തന്നെയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. സന്തോഷം, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകമായി ഇതുവരെ ഉണ്ടായിരുന്നതിലപ്പുറം ബന്ധങ്ങൾക്ക് ഒരു ചേർച്ചയുണ്ടാകുകയും കുടുംബ ബന്ധങ്ങൾ, അതായത് ബന്ധുക്കളുമായി പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ഉത്തര നക്ഷത്രക്കാർ. ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങി സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളാൽ സംസാരിച്ച് തീർത്ത് പഴയ പോലെ തന്നെ ബന്ധങ്ങൾ ഒരു പറയാറില്ലേ, ബന്ധങ്ങൾ അകന്നു പോകുന്നതിനനുസരിച്ച് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഉത്തര നക്ഷത്രക്കാർക്ക് ആ പിരിമുറുക്കമൊക്കെ മാറി സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് കഴിയാൻ കുടുംബ ബന്ധങ്ങളിലേക്ക് പഴയതുപോലെ എത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഉത്തര നക്ഷത്രക്കാർക്ക് ഈ പൊന്നിൻ ചിങ്ങമാസം നൽകാൻ പോകുന്നത്. പൊന്നിൻ ചിങ്ങമാസത്തിൽ ഭാഗ്യം അധികരിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രട്ടാതി. പുതിയ വീട് വാങ്ങാൻ, വസ്തുവകകൾ വാങ്ങാനൊക്കെയുള്ള യോഗം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊന്നിൻ ചിങ്ങമാസം പ്രദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോഗ്യ കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമ്പത്ത് വർദ്ധിക്കുന്ന സമയമാണ്. പിന്നെ വളർത്തു മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ വീട്ടിൽ അത്രത്തോളം അരുമയായിട്ട് വളർത്തുന്ന വളർത്തു മൃഗങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സമയത്തിൽ അല്പം കരുതൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ പോലും ഈ ചിങ്ങമാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യത്തിൻ്റെതായ സമയമാണ്. എങ്കിൽ ഏത് കാര്യത്തിനും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പൊന്നിൻ ചിങ്ങമാസം ഭാഗ്യം തരാൻ പോകുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഏവർക്കും നല്ലൊരു ചിങ്ങമാസം ആകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് എപ്പോഴും ഒരു ഭാഗ്യം അധികരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിൽ ഭാഗ്യം അല്പം അധികരിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ 10 നക്ഷത്രക്കാർ. നന്ദി.